കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ MBBS വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം. വിദേശ രാജ്യങ്ങളിൽ MBBS പഠിച്ച വിദ്യാർത്ഥികളാണ് ഇതുമൂലം ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. ആരോഗ്യവകുപ്പിന് നിരന്തരം പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെന്നാണ് ആരോപണം. വിദേശ രാജ്യങ്ങളിൽ MBBS പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശങ്കയിലാണ്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഇന്റേൺഷിപ്പ് സൗകര്യം ലഭിക്കാതായതോടെയാണ് വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായത്. ആരോഗ്യവകുപ്പിന് നിരന്തരം പരാതി നൽകിയിട്ടും പരിഹാരമായില്ലെന്നാണ് ഉയരുന്ന ആരോപണം. US, കാനഡ, UK, ജർമ്മനി തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ MBBS പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തുന്ന വിദ്യാർത്ഥികളാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. മടങ്ങിയെത്തുന്നവർക്ക് ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കാൻ സംസ്ഥാനത്ത് മതിയായ സൗകര്യങ്ങളില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ മാനദണ്ഡപ്രകാരം ഇന്റേൺഷിപ്പിനുള്ള അവസരമില്ലാത്തതും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നുണ്ട്. കുറഞ്ഞ ഫീസ് നിരക്കും അത്യാധുനിക വിദ്യാഭ്യാസ രീതിയും ഉൾപ്പെടെ മുൻനിർത്തിയാണ് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നത്. എന്നാൽ മടങ്ങിയെത്തുമ്പോൾ ഇതാണ് അവസ്ഥ. കേരളത്തിൽ ഇന്റേൺഷിപ്പ് ലഭിക്കാതെ വന്നതോടെ വിദ്യാർത്ഥികൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അതേസമയം സംസ്ഥാനത്തിന് പുറത്തുപോയി പരിശീലനം നേടാൻ കഴിയാത്തവർ കേരളത്തിൽ ഇന്റേൺഷിപ്പ് സൗകര്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നുമുണ്ട്. സംസ്ഥാനത്തുടനീളം സ്വകാര്യ ആശുപത്രികൾ ഉണ്ടെങ്കിലും യുവ ഡോക്ടർമാർക്കുള്ള ഇന്റേൺഷിപ്പ് വിഷയത്തിൽ ഇവരും കൈമലർത്തുകയാണ്. പ്രത്യേക സർക്കാർ ഉത്തരവുകൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഇന്റേൺഷിപ്പിന് സൗകര്യം നൽകാത്തതെന്നാണ് വിശദീകരണം. സീറ്റുകളുടെ അപര്യാപ്തത, ഇന്റേൺഷിപ്പ് സൗകര്യം ലഭിക്കാത്ത അവസ്ഥ എന്നിവ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്ക് നിരന്തരം നിവേദനം നൽകുന്നുണ്ടെങ്കിലും പരിഹാരമാകുന്നില്ലെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. ജനം, തിരുവനന്തപുരം.